ഇത് ധന്യ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് അവധി ദിവസം ആയോണ്ട് വീട്ടിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് കിടപ്പാണ്. ആൾക്കെല്ലാ കാര്യത്തിലും എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് അത്യാവശ്യം ചില വള്ളിക്കെട്ടുകളിലൊക്കെ പോയി തല വെക്കാറുമുണ്ട്. എന്തോ ഒരു ഐഡിയ തലയിൽ ഉദിച്ചിട്ടുണ്ട്. എന്താണാവോ എന്തോ നോക്കാം. ആര്യ, എന്താണ് പരിപാടി? പരിപാടിയൊന്നുമില്ല, വീട്ടിലുണ്ട്. ആണോ? എടീ, ഞാൻ വിളിച്ചതേ നമ്മുടെ അനു ഇല്ലേ, അവൾ ഇന്നാളെ ഒരു ഡേറ്റിംഗ് ആപ്പിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. അതിന്റെ പേരെന്താ, നിനക്ക് ഓർമ്മയുണ്ടോ? അതിന്റെ പേര് ഞാൻ മറന്നുപോയടി. നിനക്ക് അവളോട് തന്നെ ചോദിക്കാൻ മേലായിരുന്നോ? അല്ല, അവളെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടാണ് നിന്നെ ഇപ്പൊ വിളിച്ച് ചോദിച്ചേ. അല്ല, നിനക്കെന്തിനാ ഇപ്പൊ ഡേറ്റിംഗ് ആപ്പൊക്കെ? മോളെ വേണ്ടാട്ടോ. അല്ല, വെറുതെ ചുമ്മാ ബോറടിച്ചിരുന്നപ്പോ. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ആ യൂട്യൂബിൽ എങ്ങനെ സെർച്ച് ചെയ്ത് നോക്ക്. ശരി ശരി, പിന്നെ ആയിക്കോട്ടെ. എന്നാ ഓക്കേടി. എന്നാ ഓക്കെ, ശരി. എന്നാ കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ ധന്യമോക്കെ ഡേറ്റിംഗ് ആപ്പിലൂടെ പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാനുള്ള പരിപാടിയാ. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും പോരാഞ്ഞിട്ടാ ഇപ്പൊ ഇത്. നല്ല കാര്യമായിട്ടെന്തോ നടക്കുന്നുണ്ട്. കണ്ടിട്ടെന്തോ റൊമാൻറ്റിക് മൂഡാ തോന്നുന്നേ. ഇപ്പൊ ഒരാഴ്ചയായി തുടങ്ങിയിട്ട്. എന്തായാലും പരിപാടി നന്നായി കൊഴുക്കുന്നുണ്ട്. നല്ല റൊമാൻറ്റിക് മൂഡിലാ മേഡം. ധന്യമോളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാല് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ടേ ചെറിയ അല്ലറ ചില്ലറ ചിട്ടിക്കളികളൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്താ വരാൻ വൈകിയേ? സോറി ഡിയർ, കുറച്ച് തിരക്കായി പോയി. ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുമെന്നറിയോ? മനഃപൂർവ്വമല്ലല്ലോ, ക്ഷമിക്ക്. ഞാനൊരു ജോലി തിരക്കുള്ള ആളായി പോയില്ലേ? ഓ, ഒരു ജോലി തിരക്കുള്ള ഒരാള്. നമുക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ? നമ്മളെന്നോ ഇങ്ങനെ വീഡിയോ കോളും ചെയ്ത് ചാറ്റും ചെയ്തിരുന്നാ മതിയോ? ഇന്ന് നേരിട്ട് കാണണ്ടേ? തനിക്ക് ശരിക്കും എന്നെ കാണാൻ അത്രയ്ക്ക് കൊതിയായോ? പിന്നെ എനിക്ക് കാണണമെന്നുണ്ട്. നേരിട്ട് കാണാൻ പറ്റുമായിരുന്നു, നല്ല കാര്യമായിരുന്നു. കാണാലോ. നമ്മൾ വിചാരിച്ച പോലെ തമാശ കളിയൊന്നും അല്ലട്ടാ. വന്നതേ വീഡിയോ കോൾ വരെ എത്തി. എന്താ മുഖത്തൊരു സന്തോഷം. പഠിപ്പൊക്കെ വേണ്ടാന്ന് വെച്ചെന്നാ തോന്നുന്നേ. ധന്യമോള് മാത്രമല്ലട്ടോ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ പല പെൺകുട്ടികളും ഇതുപോലെ സോഷ്യൽ മീഡിയയിലും ഡേറ്റിംഗ് ആപ്പിലും ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ആയിട്ടേ ഭയങ്കര ബിസിയാ. ലോകത്തുള്ള എല്ലാ ലാംഗ്വേജിലും എല്ലാ അക്ഷരങ്ങളിലും ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വീഡിയോ കോളിൽ എത്തിയേക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇനി ഇപ്പൊ എന്താണാവോ? നേരിട്ട് കാണാതെ എന്നെ കൊണ്ട് പറ്റൂല. നിനക്കെന്നെ നേരിട്ട് കാണണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ചെയ്താ മതി. അതൊട്ടും പറ്റൂല. അന്നാ എന്നെ പയ്യെ കണ്ടാ മതി. ഇതെന്താന്നേ? നിനക്ക് എപ്പോഴും എന്നെ ശരിക്കും വിശ്വാസമായില്ലല്ലേ? വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ അത് ചെയ്യും. ഒറ്റ തവണ കേട്ടോ, ഒരേ ഒരു പ്രാവശ്യം. പിന്നെ എന്നോടൊന്നും പറയരുത് കേട്ടോ. ഇല്ലടോ, താൻ ധൈര്യമായിട്ട് ചെയ്യേ.
ഇപ്പൊ വേണോ? വേണം. പിന്നെ പോരെ? എനിക്ക് വേണ്ടിയല്ലേ, പ്ലീസ്. എന്നാലും തനിക്ക് എന്നെ വിശ്വാസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട നാളെ തന്നെ ഞാൻ അവിടെ എത്തൂലേ? പ്ലീസ്. അയ്യോ അയ്യോ, ഫോൺ. ഒരു മിനിറ്റ്. ഹലോ ആര്യ. ഹലോ, എന്താടി വിളിച്ചേ? എടി അതെ, ആ. നീ നമ്മുടെ അനുവിന്റെ കാര്യം അറിഞ്ഞോ? ഇല്ല, അവക്കെന്ത് പറ്റി? അവളെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. എന്തിന്? നീ അന്ന് എന്നോടൊരു ഡേറ്റിംഗ് ആപ്പിന്റെ കാര്യം ചോദിച്ചു വിളിച്ചില്ലായിരുന്നോ? ആ. അതിന്ന് പരിചയപ്പെട്ട ഒരാളുമായിട്ട് ഭയങ്കര അടുപ്പമായി. അയാൾ ശരിക്കും അവളെ ചീറ്റ് ചെയ്യുമായിരുന്നു. അവളെ പറഞ്ഞു പറ്റിച്ച് അവളുടെ ന്യൂഡ് ഫോട്ടോസും വീഡിയോസും ഒക്കെ അയാൾ മേടിച്ചെടുത്തു. പിന്നെ ഓരോന്നും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. മറ്റുള്ളവർ അറിയുമെന്ന് പേടിച്ച് അവൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത്. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. നീ അന്ന് അതൊന്നും ഡൗൺലോഡ് ചെയ്തില്ലല്ലോ? ഇല്ലടി. നന്നായി. നമുക്ക് നാളെ അവളെ കാണാൻ പോവാട്ടോ. ഞാൻ രാവിലെ വിളിക്കാം. ആ ശരി ശരി. നമ്മുടെ ധന്യമോക്ക് ഇപ്പൊ മനസ്സിലായി കാണും. ഡേറ്റിംഗ് ആപ്പിൽ നിന്ന് കിട്ടിയ റൊമാൻറ്റിക് ചാറ്റിന്റെ ഗുണം ജസ്റ്റ് മിസ്സാ. ഇപ്പൊ അനേക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ആപ്ലിക്കേഷൻസും ഒക്കെ ലഭ്യമാണ്. അതെല്ലാം ഒരുപാട് പേര് നല്ല കാര്യങ്ങൾക്കും കുറച്ചു പേര് മോശം കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ആരും ഇന്റർനെറ്റിൽ പതിയിരിക്കുന്ന ഒരപകടങ്ങളിലും പോയി വീഴാതിരിക്കട്ടെ.